Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Workkeeping. ഞാൻ ആഷിക് ജോയ്. So as usual, let us begin with a prayer. Pater noster qui es in chalice, and vicetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra, panem nostrum quotidianum, de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് എൻ്റെ അടുത്ത് എൻ്റെ കൂട്ടുകാർ പറഞ്ഞതാണ്. ഞാൻ അന്വേഷിച്ചപ്പോഴും അത് ശരിയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ ഒരു 10-23 ഒരു 35 ഇടയിൽ പ്രായമുള്ള കുട്ടികൾ, പുരുഷന്മാർ, ആൺപിള്ളേർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം. ഞാൻ ഒരു കാത്തലിക് പെർസ്പെക്റ്റീവിലാണ് ഞാനിത് പറയണത്. കത്തോലിക്കലായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. അവരാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പലരും പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്, ചേട്ടാ പ്രാർത്ഥിക്കാൻ പറ്റണില്ല. എന്താ പ്രാർത്ഥിക്കാൻ പറ്റാത്തത്? ഡിപ്രഷനാണ്. എന്താണ് ഡിപ്രഷൻ? ഭാവിയെക്കുറിച്ച് ഓർത്തിട്ട് ടെൻഷനാണ്. അതായത് നാളെ എന്തായി തീരുമെന്ന് അറിയില്ല. എന്തുകൊണ്ടാണ്? കാരണം ഇപ്പോൾ ഉള്ള ജോലി, ആ ജോലിക്ക് ഒരു ഫോൺ പോലും വാങ്ങിക്കാൻ പറ്റത്തില്ല. ആ ജോലിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഫോൺ പോലും വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫോൺ വാങ്ങിക്കാൻ പറ്റാത്തവൻ എന്ത് ചെയ്യും? EMI എടുക്കും. അപ്പോൾ നമ്മുടെ ആ ശമ്പളത്തിൻ്റെ ഒരു 50% അല്ലെങ്കിൽ ഒരു 40% EMIക്ക് പോകും. പിന്നെ സേവ് ചെയ്യാനുള്ള ടൈം, ചിലവുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, പ്രാരാബ്ദങ്ങളുണ്ട്. അങ്ങനെ ജീവിതത്തെക്കുറിച്ച് മൊത്തത്തിൽ ഡിപ്രഷൻ. ഞാൻ ചില ഫേസ്ബുക്ക് പേജ്, ട്രോൾ പേജിലൊക്കെ നോക്കിയപ്പോഴൊക്കെ, ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഇത് തന്നെയാണ് അവസ്ഥ. അതായത് കേരളത്തിലൊരു ശരാശരി ചെറുപ്പക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? ട്രോളാണ്. ഇപ്പോൾ ഫോട്ടോയിൽ ഇതാണ് സംഭവം. അവനിപ്പോൾ ഭാവിയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചിട്ടിരിക്കുന്നുണ്ടാവും. ഞാൻ പലപ്പോഴും റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോഴും നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കണം ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ. പക്ഷെ നമ്മൾ എത്ര പാലിച്ചാലും ഓപ്പോസിറ്റ് നമ്മളെ ഇങ്ങോട്ട് അപകടത്തിൽപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിച്ചത്, എന്തുകൊണ്ട് ഇവരൊരിക്കലും ഇത് നിയമം പാലിക്കാത്തത്? അപ്പോൾ ആരും മനഃപൂർവ്വം തെറ്റിക്കണതല്ല. ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചിന്തിച്ചുകൊണ്ടിരിക്കണത്, ലോൺ അടക്കാനുണ്ടല്ലോ, നാളെ എന്ത് ചെയ്യും, കടം കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ മലയാളികൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇങ്ങനെ സ്ട്രെസ്ഫുള്ളായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് യൂത്ത്, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളൊരു കത്തോലിക്കനാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരു പ്ലാനുണ്ട്. നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക. അതൊന്ന് നിങ്ങൾ ഹൃദയത്തിൽ കുറിച്ച് വെക്കുക. ദൈവം അങ്ങനെയൊന്നും നമ്മൾ ചുമ്മാ തള്ളിക്കളയത്തില്ല. വാകേറിയ ദൈവം അന്നവും തരും. അത് നമ്മളൊന്ന് ട്രസ്റ്റ് ചെയ്യും. നമ്മുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൂടെ പഠിച്ചവരും നമ്മുടെ കൂടെ കളിച്ചവരൊക്കെ, കുഞ്ഞുനാളിലുള്ളവരൊക്കെ നല്ല നിലയിൽ എത്തിയിട്ടുണ്ടാവും. നമ്മൾ നോക്കുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ 10,000 രൂപ വാങ്ങിച്ച്, സാലറി വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് ഉയരാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ നിരാശയും ഡിപ്രഷനൊക്കെ വരുന്നത്. പക്ഷേ ഒന്ന് നോക്കൂ, എൻ്റെയും നിങ്ങളുടെയും നിങ്ങളുടെ സുഹൃത്തിൻ്റെയും മറ്റുള്ളവരുടെയും എല്ലാം ആയുസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റാണ്. നമ്മളെ ആരും ദൈവം എല്ലാവരും ഇത്ര വയസ്സ് വരെ ജീവിക്കണമെന്ന് പറഞ്ഞ് സീൽ ചെയ്തിട്ടല്ല, ഒരു അച്ചിൽ വാർത്തതുപോലെ അല്ല ദൈവം അയച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും ഡിഫറെൻ്റാണ്. അപ്പോൾ എൻ്റെ 18ാമത്തെ വയസ്സിൽ നടക്കുന്ന കാര്യമായിരിക്കത്തില്ല ഒരു 100 വയസ്സ് ആയുസ് നൽകിയ ഒരുവൻ്റെ 18ാമത്തെ വയസ്സിൽ ദൈവം കൊടുക്കുക. ഒരു പക്ഷേ 20ാമത്തെ വയസ്സിൽ അവന് ജോലി കിട്ടുമായിരിക്കും. ചിലപ്പോൾ എനിക്ക് 29ാമത്തെ വയസ്സായിരിക്കും ജോലി കിട്ടുക. ഇതെല്ലാം വ്യത്യാസമാണ്. അപ്പോൾ ഓരോരുത്തരുടെ ക്ലോക്ക് വ്യത്യാസമാണ്. അപ്പോൾ അവൻ്റെ ക്ലോക്ക് നോക്കിയിട്ട് അവൻ്റെ സമയം ശരിയായല്ലോ, എൻ്റെതെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഡിപ്രഷനിൽ ഇരിക്കരുത്. നിൻ്റെ ലൈഫിനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പ്ലാൻ ഡിഫറെൻ്റാണ്, വ്യത്യാസമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ദൈവത്തിന് നമ്മൾ സെൻട്രൽ നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതായത് ഇപ്പോൾ സാത്താൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഐഡിയ ഉണ്ട് ആളുകൾക്ക്, റിട്ടയറൊക്കെ ആയിട്ട് ദൈവത്തിൻ്റെ പിന്നാലെ പോയാൽ മതി, നീ ഇപ്പം കാശുണ്ടാക്കേണ്ട ടൈമാണ്, കാരണം നിൻ്റെ അവസ്ഥ കാണുന്നില്ലേ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളിവിടെ നേരെ വണ്ടി കയറും, ബാംഗ്ലൂരോ ബോംബെയിലോ ഡൽഹിയിലോ ഇന്ത്യക്ക് പുറത്തോ ഓസ്ട്രേലിയ, കാനഡ, അയർലൻഡ്, അമേരിക്ക, ഇവിടെയൊക്കെ നമ്മൾ പോവും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ പണം ആണല്ലോ ലക്ഷ്യമാക്കിയിട്ട് പോയത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കോംപ്രമൈസ് ചെയ്യും. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ചിന്തിക്കുകയാണ്, ഓക്കെ എനിക്ക് കാനഡയിലെത്തിയിട്ട് ഞാൻ ഞായറാഴ്ചയൊക്കെ ഞാൻ കുർബാനയ്ക്ക് പോവും, രാവിലെ എഴുന്നേറ്റ് ഞാൻ പള്ളി പോകും, ഇങ്ങനെയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് പോവുകയാണ്.
10-40 ലക്ഷം രൂപ കടം എടുത്തിട്ടാണ് പോകുന്നത്. പോയി കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞ് ഞാൻ അറിയുന്നത്, അയ്യോ പാർട്ട് ടൈം ജോലി ചെയ്യുമ്പോൾ എനിക്ക് മോർണിംഗ് രാവിലെ പോകണം, സൺഡേയ്സിലും ഉണ്ട് എനിക്ക് ജോലിയുണ്ട്, അപ്പോൾ നമുക്കവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നില്ലേ. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ യൂറോപ്പിൽ ഇങ്ങനെ ഇതുപോലെ നന്നായിട്ട് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അവിടെ പോയി വളരെ പരിതാപകരമായ അവസ്ഥയിലെ കാര്യങ്ങൾ. കാരണം കൂദാശ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും സാധാരണ നമ്മളെ വിഴുങ്ങും. അങ്ങനെ വർഷങ്ങളോളം കുർബാനയ്ക്ക് പോകണില്ല, കുമ്പസാരമില്ല. ഇങ്ങനെ ആ ആത്മാവ് പാപത്തിന് ഇരുണ്ട അവസ്ഥയിലായി. പിന്നീട് 6-ാം കൽപ്പന ലംഘിച്ചു, പിന്നീട് 5-ാം കൽപ്പന ലംഘിച്ചു, ഗർഭചിത്രം അടക്കമുള്ള കാര്യങ്ങൾ പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം നല്ല ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ ആത്മാവിൻ്റെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ ആയല്ലോ എന്ന് കരുതിയിട്ട് നമ്മളും അങ്ങനെ ആവാൻ ശ്രമിക്കരുത്. നമ്മൾ ചെയ്യേണ്ടത്, ദൈവമേ നിനക്ക് എന്നെ പറ്റിയൊരു പ്ലാൻ ഉണ്ടല്ലോ, അത് നീ എനിക്കൊന്ന് പറഞ്ഞു തരണമേ, അതനുസരിച്ചിട്ട് നീ വഴി നടത്തണമേ എന്ന് നമ്മൾ പറയുക. ദൈവത്തിന് നീ 20,000 രൂപയെ സാലറി വാങ്ങിക്കാൻ ദൈവത്തിന് താല്പര്യമുള്ളൂ, അത് മതി, ബാക്കി ദൈവം മുന്നോട്ട് നോക്കിക്കോളൂ. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന കാര്യം, കാശ് കിട്ടിയാൽ ബാക്കി എല്ലാം ശരിയാവും, ബാക്കി എല്ലാ പ്രോബ്ലം സോൾവ് ആവും എന്നാണ്. എനിക്കറിയാം മറ്റൊരു സഹോദരി നന്നായിട്ട് പഠിച്ചു, IELTS എഴുതി, പുറത്തു പോയി, മക്കളുണ്ട്, ഭർത്താവുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവർ ഒരു പെങ്കൊച്ച് അല്ലെങ്കിൽ ഒരു ആങ്കൊച്ച് സ്വപ്നം കാണാൻ എല്ലാം അവർക്ക് ലഭിച്ചു. എല്ലാം ലൈഫ് സെറ്റിൽഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നീട് എന്ത് സംഭവിക്കുന്നു? ഭർത്താവിന് വേറൊരു റിലേഷൻഷിപ്പ്, കുടുംബം തകർന്നില്ലേ? നിങ്ങളീ പറയുന്ന, അതായത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അതായത് നമ്മളടക്കം പറയുന്നുണ്ടല്ലോ, കുറച്ച് കാശ് കിട്ടിയ എല്ലാം പ്രശ്നം സോൾവ് ആകുമെന്ന്. അങ്ങനെ ആ കാശ് കിട്ടിയ വ്യക്തിക്ക് ബാക്കി എല്ലാം കിട്ടി, പക്ഷേ കുടുംബ സമാധാനം പോയി. ഇനി എന്തു ചെയ്യും? തകർന്ന അവസ്ഥയിലാണ്. ഇങ്ങനെ നിരവധി കഥകൾ ഉണ്ട്. അപ്പം എനിക്ക് അങ്ങനെ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, കാശ് കിട്ടിയാൽ എല്ലാ പ്രശ്നവും തീരില്ല, അത് കഴിഞ്ഞ് അടുത്ത പ്രശ്നം വരും. അപ്പോൾ ഇപ്പം നമുക്ക് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഓരോരുത്തർ പ്രശസ്തരായിട്ടുള്ള ആളുകളും നല്ല സമ്പത്തുള്ളവരൊക്കെ കിടന്ന് ഓടുകയാണ്, സമാധാനമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് സാത്താൻ്റെ തിയറിയാണ്. അതായത് ഈ ലോക ജീവിതം ജീവിക്കണമെങ്കിൽ ഫിനാൻഷ്യലി നമ്മൾ എന്താ പറയുക, സെക്യൂർഡ് ആവണം, നമുക്ക് ആവശ്യത്തിന് അക്കൗണ്ട് ബാലൻസ് വേണം, എങ്കിലേ ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് ദൈവത്തെ പിന്നീട് കുറച്ച് നമ്മുടെ പ്രായമൊക്കെ ആകുമ്പോൾ നമുക്ക് ശുശ്രൂഷിക്കാം. ഇപ്പം കാശുണ്ടാക്കുന്ന ടൈമാണ്. ഈ കാശുണ്ടാക്കുന്ന ടൈമിൽ നീ മരിച്ചോ എന്ത് ചെയ്യും? സമൂഹം നിന്നെ കൈയടിക്കും, മിടുക്കൻ, IELTS എഴുതി പാസ്സായി, പുറത്തുപോയി, കുടുംബം നോക്കി, എല്ലാം നോക്കി. പക്ഷെ നിനക്ക് അറിയും നിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ. നീ ഏത് അവസ്ഥയിലാണ്? രാത്രി കണ്ട അശ്ലീല വീഡിയോകൾ കണ്ട്, മാസ്റ്റർബേഷൻ ചെയ്ത്, വ്യഭിചരിച്ച്, ഗർഭചിത്രം നടത്തി, പുറമേ നമുക്ക് കാണത്തില്ലല്ലോ. ഈ ചെയ്യുന്ന പാവങ്ങളൊന്നും നമ്മുടെ ശരീരത്തിൽ പുറമേ നോക്കുന്നവർക്ക് കാണാൻ സാധിക്കത്തില്ലല്ലോ. എന്നാൽ നാട്ടുകാർ കൈയടിക്കും, പക്ഷേ നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അതായത് പണത്തെ മാത്രം ലക്ഷ്യമാക്കിയാവരുത്, ഞാൻ എന്ത് ചെയ്താലും അതെൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയായിരിക്കും എന്ന ഒരു ഇതോടുകൂടെ വിശ്വാസം കോംപ്രമൈസ് ചെയ്ത് നമ്മൾ പോകണം. അതുകൊണ്ട് ഡിപ്രഷനിൽ കഴിയുന്ന എൻ്റെ പ്രിയപ്പെട്ട യൂത്തിനോട് ഞാൻ പറയട്ടെ, നിങ്ങൾ നിരാശപ്പെടരുത്. ദൈവത്തിന് നിങ്ങളെപ്പറ്റിയൊരു പദ്ധതിയുണ്ട്. നിങ്ങളൊരു പുരുഷനാണ്, നിങ്ങളൊരു കാത്തലിക് മെന്നാണ്. നിങ്ങളെപ്പോലെ നിങ്ങളുടേ പ്രായത്തിൽ രാജ്യങ്ങൾ കീഴടക്കിയ രാജാക്കന്മാരും രാജകുമാരന്മാരും കത്തോലിക്ക സഭയിലുണ്ട്. പഴയ നിയമത്തിൽ തന്നെ നമുക്ക് കാണാം. ദാവീദൊക്കെ ചെറിയ പ്രായത്തിൽ രാജാവായതാണ്. അപ്പോൾ ആ ഒരു ധീരതയോടുകൂടെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ദൈവത്തെ എന്നെ പറ്റി ഒരു പ്ലാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ തളരരുത്. ഞാൻ ഒരു ദിവസം എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ മൈസൂർ പോയപ്പോൾ അവിടെ ഒരു ഫാമിലി, അവർ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. 2 ഫാമിലീസ് 2 ഫ്ലാറ്റിലായിട്ട്. അപ്പോൾ അവരൊക്കെ ഇൻഫോസിസ് പോലുള്ള IT കമ്പനിയിൽ ജോലി ചെയ്തിരുന്നവരാണ്, ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങിയവരാണ്. ഞാൻ ചോദിച്ചു, ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഒന്നും ചെയ്യണില്ല. ഇപ്പോൾ ഒന്നും ചെയ്യണില്ലേ? അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ പോണത്? അവർ പറഞ്ഞത്, ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയാണ്, ഞങ്ങൾ ജോലിയൊക്കെ രാജിവെച്ചു, ഞങ്ങൾ ഫുൾ ടൈം പ്രാർത്ഥനയായിട്ട്, മധ്യസ്ഥ പ്രാർത്ഥന, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്. അപ്പോൾ അവർ മക്കളെല്ലാം ആ ഫാമിലിയിലുണ്ട്. ഞാൻ പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ അതാരെങ്കിലുമൊക്കെ കൊണ്ടുതരും. ഇൻഫോസിസിൽ ജോലി വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ഫാമിലി, കന്നഡ ഫാമിലിയാണ്, അവർ ജീവിക്കുന്നത്. എനിക്ക് അതിശയമായിപ്പോയി. എങ്ങനെ ജീവിക്കാൻ പറ്റും? അപ്പോഴാണ് എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് 10,000 രൂപ 8,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന നമുക്ക് സമാധാനമില്ല. എന്നാൽ ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല. പ്രാർത്ഥിക്കും, ആരെങ്കിലുമൊക്കെ കുറച്ച് ചാക്കരി കൊണ്ടുതരും, കുറച്ച് പച്ചക്കറി കൊണ്ടുതരും, ചിലപ്പം മീനോ ബീഫോ എന്തെങ്കിലും കൊണ്ടുതരും. ഇങ്ങനെ അവർ ജീവിച്ചിട്ട് പോകുന്നു. അപ്പോൾ സത്യത്തിൽ ടെൻഷൻ അടിക്കേണ്ടത് ആരാ? നമ്മളാണോ?
ഇവരെ പോലുള്ള ആളുകളാണോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ദൈവം നോക്കുന്നുണ്ട്. ദൈവം ആളുകളെ നോക്കുന്നു. നമ്മുടെ കർത്താവ് പറയണത് ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും സ്വർഗ്ഗസ്ഥനായ പിതാവ് അവരെ തീറ്റിപ്പോറ്റുന്നു. അപ്പോൾ നിങ്ങൾ ഈ പറവകളെക്കാളും വയലിലെ പുല്ലുകളെക്കാളും വിലയുള്ളവരാണ്. നിങ്ങൾ ചൈൽഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം നമുക്ക് ദൈവം ഒരു കുറവും വരുത്തത്തില്ല. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഇപ്പോഴുള്ള തടസ്സങ്ങൾ അത് ദൈവത്തിൻ്റെ പ്ലാനിൻ്റെ ഭാഗമാണ്. ഇനി നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് തടസ്സം വന്നതെങ്കിൽ നമ്മൾ അനുദപിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തെ പറയാറില്ലേ, ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസ്, രണ്ടാമതൊരു അവസരത്തിൻ്റെ ദൈവമാണ്. ദൈവം നമ്മൾ പിന്നെ കൈപിടിച്ചെടുത്തും. ഇരുട്ടിൽ നിന്നാണ് ദൈവം പ്രകാശത്തെ വേർതിരിച്ചത്. അപ്പോൾ ഒരു തിന്മയുണ്ടായാൽ നമ്മൾ അനുദപിച്ചാൽ ആ തിന്മയിൽ നിന്ന് ദൈവത്തിന് നന്മ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഈശോയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി. എങ്ങനെയാണെന്നറിയോ? ദൈവം നീ എനിക്ക് നല്ല ജോലി താ, എൻ്റെ കല്യാണമൊക്കെ നടത്തിത്താ, കടമൊക്കെ വീട്ടിത്താ, എനിക്ക് മക്കളെത്താ, ഇതെല്ലാം നീ ചെയ്തു തന്നാൽ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യാം. അതായത് ദൈവമേ നീ ആദ്യം അത്ഭുതം ചെയ്യും, എന്നിട്ട് ഞാൻ വിശ്വസിക്കാം എന്ന് പറയണത് പോലെ. എന്നാൽ ദൈവം പറയണത് എന്താണെന്നറിയോ? അബ്രഹാത്തോട് പറഞ്ഞതുപോലെ, ഒന്നുമില്ല, എല്ലാം ഇട്ടേച്ചു വാ. എന്നിട്ട് ആകാശത്തിൽ നോക്കിയിട്ട് പറഞ്ഞു, ഈ കാണുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ പോലെ നിൻ്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ആരെങ്കിലും ഒരാൾ വേണ്ടേ? ഒരു കുഞ്ഞു വേണ്ട. ഒരു കുഞ്ഞു പോലും ഇല്ലാത്ത സമയത്താണ് ദൈവം ഇത് പറയണത്. അപ്പോൾ ദൈവം പറയുന്നതാണ്, നീ ആദ്യം വിശ്വസിക്കുക, അപ്പം ഞാൻ അത്ഭുതം പ്രവർത്തിക്കാം. നമ്മൾ പറയും, ദൈവമേ നീ ആദ്യം അത്ഭുതം പ്രവർത്തിക്കുക, എന്നിട്ട് ഞാൻ വിശ്വസിക്കാം. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ഇതാണ്, ഈ ഒരു കോൺഫിഡൻസാണ് വേണ്ടത്. നമ്മുടെ ട്രസ്റ്റ് ഈശോയിൽ പൂർണ്ണമായിട്ടും നമ്മൾ സമർപ്പിച്ചിട്ട്, ഈശോ എനിക്ക് നിന്നെ കണ്ണടച്ച് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, എൻ്റെ ജീവിതം നിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, നീ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ ഈശോ അത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ പാറമേൽ പണിത ഭവനത്തിന് തുല്യമാണ്, അല്ലെങ്കിൽ മണലിൽ പണിത ഭവനം പോലെയാണ്. അപ്പോൾ ഈ പാറമേൽ പണിത ഭവനത്തിന് മുകളിലും മണലിൽ പണിത ഭവനത്തിന് മുകളിലും കൊടുങ്കാറ്റും പേമാരിയും എല്ലാം വന്നു, രണ്ട് സ്ഥലത്തും വന്നു. പക്ഷേ മണലിൽ പണിത ഭവനമാണ് തകർച്ച, അതിൻ്റെ തകർച്ചയായിരുന്നു വലുത്. ഇത് സ്ട്രോങ് ആയിട്ട് നിന്നു. അപ്പം നമുക്ക് സാധനങ്ങളുണ്ടാകും ഈശോയുടെ പിന്നാലെ പോകുമ്പോൾ, പക്ഷേ ആ സഹനം നന്മയാക്കി മാറ്റി അവസാനം നിത്യജീവനും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് നിലപാടുകളെടുത്ത്, ആ നിലപാട് ഏതൊരു പ്രശ്നം വരുമ്പോൾ കോംപ്രമൈസ് ചെയ്യരുത്. അപ്പോൾ ആളുകൾ പറയും, ഇതെന്ത് നിലപാട് എന്ന് പറയും. സ്ട്രോങ് ആയിട്ട് നിൽക്കുക. നിങ്ങൾ ഏത് ഫീൽഡിലാണെങ്കിലും സത്യത്തിന് വേണ്ടി നിൽക്കുക, സത്യത്തിന് വേണ്ടി സംസാരിക്കുക, സംസാരിക്കാനില്ലാത്തവർക്ക് വേണ്ടി സംസാരിക്കുക, ബോൾഡായിട്ട് നിൽക്കുക, ഒരാളെയും ഭയപ്പെടരുത്, ദൈവത്തെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ബഹുമാനിച്ച് ആരാധിച്ചിട്ട് ദൈവ പൈതലായിട്ട് അങ്ങ് നിൽക്കാന്നേ. ഈശോ സഹായിക്കും. വിവ ക്രിസ്റ്റോറെ.